അല്ല അമ്മ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ ആൾക്കാർ കിടന്ന് നേളിക്കുന്നില്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം ഈ വേഷമെല്ലാം അഴിച്ചു വെക്കേണ്ടി വരും. അല്ല ഇപ്പം ഇത് ദിവസേന വേഷം അഴിക്കണമെന്നൊന്നുമില്ല. ഒരു 2-3 ദിവസമൊക്കെ ഇടാം. അത് കഴിഞ്ഞിട്ട് അഴിച്ചു വെച്ചില്ലെങ്കിൽ നാറും. എൻ്റെ പൊന്നമാവ, ഞാനതല്ല പറഞ്ഞത്. ഈ ജീവിത വേഷം ഉണ്ടല്ലോ, ജീവിത വേഷം. പ്രത്യേകിച്ച് ചില ഈ പോലീസുകാരന്മാർ, അവർക്കൊരു ചിന്തയുണ്ട്. അവർ ഈ വേഷം ഉള്ളതൊത്തോളം കാലം അതിങ്ങനെ കാലാകാലം അവരിലുണ്ടാവും, അധികാരം എല്ലാ കാലം ഉണ്ടാവുന്നു. ഒന്നുമില്ല, അവൻ്റെ ഈ വേഷത്തിൻ്റെ കാലാവധി കഴിഞ്ഞു നോക്കട്ട് അതങ്ങ് അഴിച്ചു വെച്ചാൽ പിന്നെ പല്ല് പൊഴിഞ്ഞ സിംഹത്തിൻ്റെ വിലയാണ്. പിന്നെ ഒരു കോഴിക്കുഞ്ഞും അനുസരിക്കൂല ആര്. അത് ശരി. അല്ല ഈ യൂണിഫോം ഇട്ട് നടന്നിട്ടും സത്യസന്ധമായിട്ട് ജോലി ചെയ്തില്ലെങ്കിലേ വിലയില്ലാത്തവരൊക്കെ ഉണ്ട്. ഇപ്പം ഈ വെള്ളയും ഇട്ടിട്ട് അഴിമതി നടത്തിയിട്ട് സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവർക്കൊരു വില ഉണ്ടാവില്ല. അമ്മാവ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, എന്നെ ഉദ്ദേശിച്ചാണ് ഇത്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തോന്നിയെങ്കിൽ ഒരു മാറ്റം വന്നാൽ നിനക്ക് നല്ലത്. ഓഹോ, കൊള്ളാം. സത്യം പറഞ്ഞാൽ ഒന്നാം തരം മുണ്ടുകൾ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് അഹങ്കാരം കൂടുതലെന്നേ പറയാനുള്ളൂ. അമ്മയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. അതിന് വിഷമിക്കണ്ട, ഞാൻ എൻ്റെ തറവാട്ടിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എന്നാലോ നോക്കു പോലും. അതാ എനിക്ക് നല്ലത്. എന്താണത്? പുതിയൊരു വിഷയം, സെറ്റും മുണ്ടും. അത് ഈ വീട്ടിൽ പണ്ടേ അങ്ങനെയാണല്ലോ, തെറ്റും മിണ്ടും തെറ്റും സെറ്റാവും, പണങ്ങും മിണ്ടും സെറ്റാവും. പിന്നെ സെറ്റും മുണ്ടും ഈ സാരികളില്ലേ, ഇതാ ഇവിടുത്തെ പ്രശ്നം. എന്ത് അമ്മയുടെ സപ്തതിക്ക് കുറെ പ്രസന്റേഷൻ കിട്ടിയതാ, അമ്മ അത് വീതിച്ചത് പോരാന്ന് പെണ്ണുങ്ങള്. ഇത്രയോ? ഇതേപോലെ ബാഗിൽ ഇല്ലിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല അതേ, ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇവിടെ അടിക്കാതെ ഞാനൊരു ഐഡിയ പറയാം. ഇത് നമ്മുടെ താഴെ സെന്തിൽ അണ്ണാച്ചിയുടെ കടയിൽ കൊണ്ട് കൊടുത്ത തുണിക്കടയിലേ, അവൻ കുറേശ്ശെ വിറ്റ് ഉള്ള പൈസ അവന്റെ തൊലിപ്പ് കണ്ടില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. അത്ര ഗതിയോടൊന്നും ഈ തറവാട്ടിനില്ല. ഉടുതുണി വെച്ച് ജയിക്കേണ്ടത് ഗതിയോടെ. എടാ അതൊന്നും അല്ല പ്രശ്നം. പിന്നെ നല്ലതെല്ലാം വരും. നാത്തൂന് കൊടുത്തുന്ന മോളും മോക്ക് കൊടുത്തുന്ന നാത്തൂന്. ഇതാണ് വഴക്ക്. അതിന് തിരിച്ചു ദേഷ്യപ്പെട്ട രണ്ടും കൂടെ മുഖവും തീർപ്പിച്ചോ പോയെന്ന്. ഈ പെണ്ണിന്റെ എന്തിന്റെ കേടാ ചേച്ചി അറിഞ്ഞു തരുമ്പോ അത് മേടിച്ചു. ആളുകള് സത്യം പറഞ്ഞ ഈ പുഴുങ്ങിയ കൊണ്ടുവരുന്ന സമയത്ത് ഷർട്ട് കിട്ടിയാൽ നമുക്ക് കിട്ടൂടായിരുന്നു. സപ്തതിക്ക് എന്തൊരു ഷർട്ട് മുണ്ടാണ് അമ്മയ്ക്ക് കൊണ്ടുതരാനുള്ളത്. അല്ലല്ല, അത് നിന്റെ സപ്തതി ആവട്ടെ, കുറെ സാരി അങ്ങോട്ട് തരാം. അപ്പൊ നീ കൊടുത്തോണ്ട് നടക്കുമോ? ഷർട്ട് മുണ്ടിട്ട് കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഉപകരിക്കപ്പെടുമല്ലോ, ഞാനതുകൊണ്ട് പറഞ്ഞേ. രണ്ടുപേരും കൂടെ സ്നേഹത്തോടെ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ എന്റെ പാട്ടിന് ഇറങ്ങി പോവേ. അമ്മ ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ, ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം. പരിഹരിക്കാൻ നിനക്ക് നിന്റെ പെണ്ണുപിള്ളയ്ക്കും കൊള്ളാം. എന്റെ പെണ്ണുപിള്ള എന്ന് പറഞ്ഞാൽ നിങ്ങളെ മോളല്ലേ, മോളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു. അയ്യോ, അതൊന്നും തട്ടിക്കൊണ്ട് പോകും. അച്ഛമ്മ പറഞ്ഞ പോലെ ചെന്തിലെണ്ണാച്ചിയുടെ കാര്യം, അതിനെക്കാട്ടിലും കൂടുതൽ പൈസ ചന്തയും മുത്തൊണ്ണാച്ചിയുടെ കൈ കൊടുത്താൽ കിട്ടും. എന്റെ പാടാണെന്ന് വിറ്റ് തിന്നാൻ കുറെ എണ്ണം നടക്കുന്നിങ്ങനെ. ഇവിടെ അതെ, എന്താ ആ മിണ്ടാപ്രാണികൾക്ക് മിണ്ടാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത് നിന്നെ ഇടിയുന്നത് നിന്നെ ചീത്തയും വിളിച്ചിട്ട് പോയേനെ. ഏത് മിണ്ടാപ്രാണി? ഈ പാത്രങ്ങൾ. പിന്നെ അതിനടുത്ത് അങ്ങോട്ട് അടിക്കുന്നത് ഇങ്ങോട്ട് അടിക്കുന്നത് എന്തോന്ന് തെങ്ക ഇത്? സ്വന്തം കുടുംബത്തും സമാധാനം ഇല്ല, സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യണം? എന്താണ് നിന്റെ പ്രശ്നം? ഈ അമ്മായി എന്ന് പറയുന്നവരുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. നമ്മൾ എന്താ വിചാരിച്ചത്? ഒരു പാവം പിടിച്ച സ്ത്രീ, അങ്ങനെയല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊരു ആയുഷ്കാലം മുഴുവനും ഉടുക്കാനുള്ളത് ഈ അലമാരയ്ക്കകത്തുണ്ട്. അതിലിഷ്ടപ്പെട്ട ഏതെങ്കിലും എടുത്തങ്ങ് ഉടുത്താ പോരെ. ഓഹോ, അപ്പ അറിഞ്ഞു. പിന്നെ ഞാൻ ഈ വീട്ടിലുള്ളല്ലേ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ആയുഷ്കാലം മുഴുവൻ ഉടുക്കാനുള്ള ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും. അതല്ല ഇവിടുത്തെ പ്രശ്നം. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് എനിക്കും കൂടി അവകാശമില്ലേ? അത് അമ്മ എനിക്ക് വേണ്ടി ഭാഗിച്ച് തന്നു. അത് ഞാൻ എടുത്തപ്പോൾ ഇവർ പറയുവാണ്, അയ്യോ അത് ശരിക്കും ഞാൻ ഉടുക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചാന്ന്. ഞാൻ തമാശ പറയണമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെയും ഇത് തന്നെ ഇവർ പറയുന്നു, ഇത് സെലക്ട് ചെയ്ത് വെക്കാൻ ഇതെന്താ കടയാണോ, ഇത് തുണിക്കടയാണോ, ഇത് സെലക്ട് ചെയ്തൊക്കെ അവർക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അവരുടെ അമ്മയുടെ അടുത്ത് പോയി സെലക്ട് ചെയ്യട്ടെ. എൻ്റെ അമ്മയുടെ സാധനങ്ങൾ അത് എനിക്കും എൻ്റെ ലില്ലി മോക്കും അവകാശപ്പെട്ടതാ. നീ ചുമ്മാ ഈ കാട് കയറി ആവശ്യമില്ല അതൊന്നും പറയല്ലേ.
എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുകയാണ്. എന്നെ ഞാനാ നിങ്ങളുടെ ഭാര്യ, അത് അമ്മായി, അത് അമ്മാവന്റെ ഭാര്യ. എടി, ആയിക്കോട്ടെ, ഇത് ഉള്ളത് കുറച്ച് തുല്യമായിട്ടൊക്കെ വീതിച്ചെടുത്താ പോരെ. അതിന് കിടന്ന് ഇങ്ങനെ കിടന്നിട്ട് അപ്പൊ എന്ത് ചെയ്യണം? കിട്ടിയത് അത് തങ്കം മോളെ നീ എടുത്തോ, എനിക്കിത് മതി എന്ന് പറയണം. ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി അവർക്ക് എന്തിനാ ഇതിന് മാത്രം സെറ്റ് സാരി? അത്ര പ്രായം എന്ന് പറഞ്ഞാൽ അതിപ്പം അമ്മാവന്റെ കൂടെ നടക്കണോണ്ടാണ് അവർ അത്ര പ്രായം തോന്നുന്നത്. അല്ല, അതിനുള്ള പ്രായം അവർക്ക് പ്രായമില്ലേ? എന്റെ പ്രായമാണ് അവർക്ക്. അല്ല, അതിപ്പോ ഒരു 4-5 വയസ്സ്. എന്നിട്ട് എനിക്ക് അതൊന്നുമല്ല ദേഷ്യം വന്നത്. എന്നിട്ട് ഇവരോട് എന്നാ അമ്മായി എടുത്തോ എന്ന് പറഞ്ഞപ്പോ അവര് പറയണേ, ഓ എനിക്ക് വേണ്ട, എനിക്ക് എന്റെ കെട്ടിയോന് ഇഷ്ടം പോലെ മേടിച്ചു തന്നിട്ടുണ്ടെന്ന് ഉണ്ണാനും എടുക്കാനും. അവരുള്ള കാര്യം പറഞ്ഞല്ലേ വാങ്ങിച്ചു കൊടുക്കും. എന്നാലും ഇങ്ങനെ കിട്ടുമ്പോ നിങ്ങളുടെ തലയ്ക്കകത്തതേ ഇതേപോലത്തെ പൊടി കുഴച്ച് വെച്ചേക്കാന്ന് എനിക്ക് തോന്നണേ. പൊടി എന്ത് അവര് പറഞ്ഞതിന് എന്തർത്ഥം? എന്താ അർത്ഥം? അതായത് അവർക്ക് മേടിച്ചു കൊടുക്കാൻ അവരുടെ കെട്ടിയോനുണ്ട്, അവർക്ക് അതുകൊണ്ട് അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഗതി ഇല്ലാതെ ഇരിക്കുവാണ്, അതുകൊണ്ട് എന്നോട് എടുത്തോളാൻ. എന്റെ തങ്ക, നീ ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കല. അതിന് അങ്ങനെ അർത്ഥമുണ്ടോ? അങ്ങനെ അതിനർത്ഥമുള്ളൂ. ആഹാ, ഈ ആവശ്യമില്ലാത്ത അർത്ഥങ്ങൾ കണ്ടുപിടിക്കില്ലേ ഓരോ വാക്കുകൾക്ക്. ആവശ്യമില്ലാത്ത അർത്ഥം കണ്ടുപിടിക്കും. ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെ ഇതിനു വേണ്ടിട്ട് വഴക്കിടണം. അമ്മയ്ക്ക് സങ്കടാവൂലേ? അമ്മയും പറഞ്ഞു. എന്തെന്ന്? അമ്മ അതിൻ്റെ ഇടയ്ക്ക് പറയാണ്, എടി വച്ചേ എന്നാ അവർക്ക് വേണ്ട, നിനക്ക് ഗതിയില്ലാത്തല്ലേ, നീ കൊടുത്തോളാൻ. അതുകൊണ്ട് എനിക്കത് വേണ്ട. അതിനും നീ അങ്ങനെ അർത്ഥം കണ്ട? നീ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥം ഉള്ളതുകൊണ്ട് അന്ന് ആ പര്യായ പദമൊക്കെ കൃത്യമായിട്ട് എഴുതിയിരുന്നെങ്കിൽ നീ എന്നേ 10ാം ക്ലാസ് ജയിച്ചനാ. എന്റെ തങ്ക, നീ വെറുതെ ആവശ്യമില്ല അത് ചിന്തിച്ചു കൂട്ടല്ലേ. ഓ, അപ്പൊ ഞാൻ ചിന്തിച്ചു കൂട്ടണോണ്ടാണ് കുഴപ്പം. ഇവർ പറയണേലൊന്നും കാര്യമില്ല. അപ്പൊ ശരി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് ഒരു 4 സെറ്റ് സാരി മേടിച്ചുണ്ടാ. എന്റെ ഭർത്താവിനും ഗതിയുണ്ടെന്ന് ഇവരൊക്കെ ഒന്ന് അറിയട്ടെ. ആഹാ, അപ്പൊ അമ്മായി ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. അതെ അമ്മേ, ഇതിപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങൾ തന്നെ ഉടുത്ത് കാണണം നമ്മക്ക് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇത് ഞാൻ റോസ്മേരിക്ക് കൊണ്ട് കൊടുക്കട്ടോ? എനിക്ക് ആർക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. റോസ്മേരിക്ക് നീ വാങ്ങിച്ചു കൊടുക്കണം. അമ്മയുടെ ഇത് ഞാൻ മേടിച്ച റോസ്മേരിക്ക് കൊടുക്കും. അത് അവിടെ എന്തെന്ന് വേണ്ട, നിനക്ക് ആവശ്യമുള്ളത് നീ എടുക്കണം. ഞാൻ സന്തോഷത്തോടു കൂടിയാ തരുന്നത്, തൃപ്തിയോട് കൂടി വാങ്ങിച്ചോളണം. എടുക്കാൻ പറ്റേ, തങ്കം കൂടി പറ്റേ. വരുന്നുണ്ട്, രാമനാഥ നാഗോലിയം കൊണ്ട് വരുന്നുണ്ട്. അമ്മ എല്ലാം പറഞ്ഞു സെറ്റാക്കി. തങ്കം, എന്താ എന്റെ പ്രശ്നം? അമ്മ വിളിക്കണേട്ടല്ലേടി, എന്താ എന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താന്ന് എല്ലാവർക്കും അറിയാലോ. നീ എടുത്തോ, എനിക്ക് വേണ്ട. ഞാനല്ലേലും അങ്ങനെ എപ്പോഴും ഒന്നും സെറ്റും മുണ്ടൊന്നും കൊടുക്കാറൊന്നും ഇല്ലല്ലോ. ഞാൻ അത്രയും കൂടി ഉടുക്കാറില്ല, എനിക്ക് വേണ്ട. ഞാൻ ഇത് എടുത്തിട്ട് വേണം എന്റെ ക്ലീറ്റോ ഗതികെട്ടവനാണെന്ന് പറയാൻ, ഇല്ലേ? അങ്ങനെ പറയണത് അമ്മയും പറഞ്ഞല്ലോ. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഞാൻ സന്തോഷത്തോടു കൂടി തരുന്നതാണ്. വേണമെങ്കിൽ 2 കൂട്ടരും എടുക്കണം. അതല്ലെങ്കിൽ ഞാൻ വല്ല അനാഥാലയത്തിലും കൊണ്ട് കൊടുക്കും. കാര്യം പറഞ്ഞേക്കാം. രണ്ട് നല്ല പടം കിട്ടോ, 2 പേരെ എടുത്താൽ. എനിക്ക് വേണ്ടേ, ചേച്ചി മോക്കും മരുമോക്കും കൊടുത്തിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തന്നാ മതി. ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓ, എന്റെ അമ്മയുടെ സെറ്റ് മോഡ് എടുക്കാൻ എനിക്ക് ആരുടെ അവകാശം അധികാരം ഒന്നും വേണ്ട. എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ എടുക്കും. പക്ഷെ എനിക്കിപ്പോ ഇത് വേണ്ട. കാരണം എന്താ, എന്റെ ക്ലീറ്റോ മേടിച്ചു തന്ന പുതിയ 4 സെറ്റും ഉണ്ട്. തുറക്ക പോലും ചെയ്തിട്ടില്ല, സ്റ്റിക്കർ പോലും പൊളിക്കാതെ അലമാരിൽ ഇരിപ്പുണ്ട്. അനക്കിന്റെ സ്വഭാവം അറിയാലോ. എടുക്കണേ അതെനിക്ക് വേണം. അമ്മ ഇതാ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ചേട്ടാ, എനിക്കിത് വേണം. ഇതെനിക്ക് എനിക്ക് ചുമപ്പും പച്ചയും ബ്ലൗസ് ഉണ്ടെന്ന്. എനിക്കുണ്ട് ചുമന്ന ബ്ലൗസ്. എനിക്ക് വേണ്ട, എന്റെ അമ്മയുടെ മുതലെടുക്കാൻ എനിക്ക് വേണ്ട. രണ്ടും പോയാ ഇതൊക്കെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഉടുക്കില്ലെന്ന് കുറച്ച് ഞാനും നോക്കട്ടെ ഇവളൊക്കെ ഉടുക്കോ ഇല്ലേന്ന്. പിന്നെ എന്തിനാ നമ്മളാണെന്നും പറഞ്ഞ് ഈ മുഖത്ത് ഈ മീശം വെച്ചിരിക്കും. ഏതൊക്കെ കാണിക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു. എത്ര കെട്ടിയാലും തൃപ്തി വരാത്ത കുറെ ജാതികള്. ഇത് ഞാൻ റോസ്മേരിക്ക് കൊണ്ടുപോയിടേ. റോസ്മേരി നീ വാങ്ങിച്ചു കൊടുക്ക്. കഴിക്കാൻ വരാത്ത നിങ്ങളിത്
കഴിക്കുന്നോ ഞാൻ എടുത്ത് കളയണോ? അതെന്താ ഇങ്ങനെ ഒരു പതിവ്? ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. എല്ലാവരും പറ്റടി, ചേച്ചി വിളിക്ക്, കനകനെ വിളിക്ക്, കഴിക്കാം. എന്നോട് കഞ്ഞിയും പയറും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന ചപ്പാത്തിയും കറിയും ഒക്കെ കഴിക്കുവാ. ആര്? ആരാ? ചേച്ചിയാ? ആ ഓടിയപ്പോ അല്ലല്ലോ, അങ്ങനെ വന്നു കയറി പെണ്ണുങ്ങളോട് ആർക്ക് സ്നേഹമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഓ തുടങ്ങി എടി. അതൊന്നും ആവില്ല. അവിടെ ചെന്നിട്ട് വെറുതെ തങ്കായിട്ട് സംസാരിച്ചിരിക്കും. ഇപ്പൊ വരും നോക്കും. ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല, എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാനിത് ഉണ്ടാക്കി വെച്ചത്. അപ്പൊ പിന്നെ അവര് ചപ്പാത്തി കൊടുക്കുമ്പോൾ അത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? എടി വെറുതെ കണ്ടപ്പോ ഒരു ചകര എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാവും. കഞ്ഞി കുടിക്കാൻ കൊതിയായിട്ടില്ല. ഇപ്പൊ വരും നോക്കും. അപ്പൊ കുടിക്കാം. ചെറുതൊന്നും അല്ല, ഞാൻ കണ്ടതാ 2-3 ചപ്പാത്തിയും കറിയും എല്ലാം കൂടി ഇരുന്ന് കഴിക്കുന്നത്. എനിക്ക് ആരും ഇല്ലല്ലോ, എന്നോട് എന്തും ആകാമല്ലോ. എല്ലാരും കളഞ്ഞിട്ട് ഓടി വന്നതല്ലേ. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. വീട്ടിൽ പോയി നിന്നാ മതിയായിരുന്നു. കഴിക്കുന്നോ ഇല്ല ഞാൻ എടുത്തും കളയും കേട്ടോ. എന്നാലും ചേച്ചി എന്താ? ചേച്ചി എന്തോ, ചേച്ചിക്കെല്ലാം അവനവൻ്റെ മക്കളോടല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. എന്നോട് എന്തിനാ സ്നേഹം ഉണ്ടാക്കുന്നു? ഞാൻ അവളുടെ കഞ്ഞി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ കുഴപ്പമില്ല, നല്ല അപ്പഴത്തോണ്ടും കഴിക്കും. അതുകൊണ്ട് അല്ല, ഇത് രാത്രി എങ്ങാനും കഴിച്ചു. ഈ പൂ പോലുള്ള ചപ്പാത്തി കഴിച്ചിട്ട് എന്ത് കാര്യം? അവിടെ ചെന്ന് ഒരു കിലോ കഞ്ഞി കുടിച്ചാൽ പോരെ? കഴി. ഇരിക്കുമ്പോ കഴിക്കാം. ഒരു പ്ലേറ്റ് എടുക്കാം, അമ്മാനും കൂടെ ഇരിക്കാം. അത് തന്നെ ചപ്പാത്തി. എന്ത് പണി ചേച്ചി കാണിച്ചു? അവളോട് ഈ രാത്രി കഞ്ഞിയും പയറുണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ചപ്പാത്തി തിന്നാണെങ്കിൽ അവളെ കൊണ്ടാ പണിയെടുപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അമ്മ ഞാന് കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് അമ്മയോട് പറഞ്ഞിരുന്നു കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞായിരുന്നു അങ്ങോട്ട് പോണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കഴിച്ചു അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ ഇവന് നിർബന്ധം ചപ്പാത്തി വേണം. അപ്പൊ പിന്നെ കഞ്ഞി എന്ത് ചെയ്യണം? ഞാൻ ഒറ്റയ്ക്കിരുന്ന് കുടിക്കണം? അതെ അമ്മാവ, ഈ കഞ്ഞി എന്ന് പറഞ്ഞ സാധനം ഇച്ചിരി അരി കഴുകി കുക്കറിലോട്ട് ഇട്ട് 2 വിസിൽ കേട്ടാ കഞ്ഞിയാവും. അല്ലാതെ അതിനകത്ത് കയറി വലിയ മലപ്പണിയൊന്നും പണിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കണ പാടൊന്നുമില്ലല്ലോ. നീ ഒന്നും ഉണ്ടായിരിക്കണേ. ചോറുള്ള സമയത്തല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞ് ആ ഇഷ്ടം കൊണ്ടല്ലേ കഞ്ഞി വെച്ച് കുടിക്കാതിരുന്ന? ഒരു കാര്യം ഞാൻ, നമുക്ക് കഞ്ഞി കുടിച്ചാലോ എല്ലാവരും? അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാതെ ആരും എഴുന്നേറ്റ് പോകില്ല ഇവിടെ. ഇപ്പൊ ഈ പൂ പോലുള്ള 2 ചപ്പാത്തി കഴിച്ചിട്ട് എന്താ പറയാ? അമ്മ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചോളൂ. അമ്മ എന്തിനാണ് വേണ്ടാത്ത പണിക്കണം? അല്ലെങ്കിലും ഓർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മറ്റേ സപ്തയ്ക്ക് കിട്ടിയ സെറ്റ് സാരി മുഴുവനും ആവശ്യമുള്ളത് 2 പേര് തെരഞ്ഞെടുത്തതിന്റെ ബാക്കിയാ കൊടുത്ത് എനിക്ക് ആരുമില്ല പറഞ്ഞിട്ട് അവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അയ്യോ എന്താ ആരും ഇല്ലാത്തത്? കുടുംബക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം ഇവിടെ പോയി. എല്ലാരും ഉണ്ട്. ഇപ്പൊ കണ്ടല്ലോ വേർതിരിവ്. ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഞ്ഞി കുടിക്കാം. അത് വേണ്ട, എല്ലാവർക്കും കുടിക്കാനുള്ള കഞ്ഞിയൊന്നും അവിടെ ഇല്ല. അതെ, നിങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും ശരി, ഞാൻ ആ സാരി എടുക്കാനും പോകുന്നില്ല, ഉടുക്കാനും പോകുന്നില്ല. അങ്ങനെ ആരും ഇപ്പൊ ഇവിടെ കരുതണ്ട. കഞ്ഞി ഞാൻ കുടി കഞ്ഞി. സമാധാനമില്ലേ? ഈ പെണ്ണുങ്ങളെ വീടായിപ്പോണത് എല്ലാത്തിനും എത്ര കിട്ടിയാലും ആക്രാന്തം. 8 മൂടാനുള്ള അലമാര നിറയെ ഇരിപ്പുണ്ട്. അതെ, ഇട്ട് മൂടുക ഞാൻ അത് കാരണം. അതെ, ഇപ്പം സംഭവിച്ചത് എൻ്റെ അമ്മയുടെ സെറ്റ് സാരി എൻ്റെ അമ്മയ്ക്ക് സമ്മാനം കിട്ടിയത്. അത് അമ്മയുടെ മൂക്കും മരുമൂക്കും തുല്യമായിട്ട് വീതിച്ചു തന്നു. അന്നേരം അമ്മായി ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മായിക്കും കൊടുത്തു. അതിനങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് ആവശ്യമില്ലാത്തത് തന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അതിനകത്ത് ആവശ്യമുള്ളത് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതാക്കിയില്ലല്ലോ. ഞാനാക്കിയോ? നീ പറയണ കനക. അങ്ങനെ അവർക്ക് വാശിയാണെങ്കിലേ അതിനപ്പുറത്തെ വാശി ഞാനും കാണിക്കും. ക്ലീറ്റോ 4 സെറ്റ് സാരി എടുത്ത് എനിക്കിവിടെ കൊണ്ടുവരാം. അതല്ലാതെ ഞാൻ ഇനി ആ സാരി തൊടൂല. അമ്മ എന്നെ പറഞ്ഞത് എനിക്ക് മറന്നിട്ടൊന്നുമില്ല ഞാൻ. അല്ല മച്ചമ്പി, എന്ത് നാളത്തെ അവസ്ഥ എന്താവും? നാളത്തെ ദിവസം നാളെ അവർ ഒന്നാവും. അത്ര അല്ല കഞ്ഞിയതേ. കഞ്ഞി ഇരുന്ന് 6 കഴിഞ്ഞാൽ അത് പഴങ്കഞ്ഞിയാവും. അപ്പൊ നാളെ അതിൽ പുളിയും മുളകൊക്കെ ഇട്ട് കുടിച്ചോളും. അല്ല അന്നേരം ഞാൻ തന്നെ വേണ്ട. നീ കൂച്ചണ്ട, അമ്മാവനും അമ്മായും കൂടെ അങ്ങ് കൂച്ചോളും. എനിക്ക് വയ്യ. തിന്നടാ. നിറഞ്ഞില്ലേ? നീ തിന്നില്ല. അമ്മ കഴിച്ചോ. എവിടെ പോയി? ചേട്ടാ, ചേട്ടാ, ഇത് ചേട്ടാ ബാഗ് അവിടെ വെച്ചിരുന്നാണല്ലോ. എന്താടേ? ചേട്ടാ എന്റെ തുണിയും ബാഗ് ഇവിടെ വെച്ചിരുന്ന കാണുന്നില്ല. എവിടെ? ഇതിന്റെ മേളിലാ. എവിടെ വെച്ച് നീ? ഇതിന്റെ മേളിലാ വെച്ചത്. ഇതിന്റെ മേളില്ലെങ്കിൽ കട്ടിലിന്റെ അടിയിലെങ്കിലും കാണണ്ടേ? എവിടെ പോയി? അതെന്താ നീ എന്നോട് ചോദിക്കണേ? അല്ല, നമ്മുടെ മുറിയിലിരുന്ന ബാഗ് ഞാൻ കണ്ടില്ല, പിന്നെ ചേട്ടൻ കാണണ്ടേ? ഈ പെണ്ണിനെന്താ? ഞാൻ രാവിലെ തുണിയുള്ള ബാഗും തൂക്കിയിട്ട് ഇങ്ങനെ തൊടിനീള നടക്കുക. ഞാൻ രാവിലെ നേരത്തെ പറമ്പ് പോയതല്ലേടി. ചേട്ടാ തമാശക്കല്ലേ, ലില്ലി ഇവിടെ ഇല്ല, എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. അതാ ഞാൻ പറയണത്. നീ എന്താ നിന്ന് സംശയം നേരങ്ങളാണ്? കുളിച്ചിട്ട് വേഗം പോയിട്ട് ദോശ ഉണ്ടാക്കി വെച്ചിട്ട് വയ്യ. കുളിച്ചിട്ട് ഇടാൻ ഡ്രസ്സ് വേണ്ടേ? എന്നാലത്
ആ ആ അത് ശരിയാ. രാവിലെ ഡാൻസ് ക്ലാസ് പോണതിന്റെ മുമ്പ് ലില്ലി ഒരു ബാഗ് ചോദിച്ചു വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അവൾ എൻ്റെ ഡ്രസ്സൊക്കെ അവളുടെ അലമാരയിൽ വെച്ച് പുട്ടിട്ട് ആ ബാഗ് കൊണ്ട് പോയിണ്ടാവും. ഇനിയിപ്പോൾ അവള് വരണം. തുണി വിൽക്കുന്ന ബാഗ് കൊണ്ടാണോ അവള് ഡാൻസ് ക്ലാസ്സിന് പോകുന്നത്? ആ പിന്നെ ബാഗ് തന്നെ വേണ്ടേ. അപ്പൊ അവള് തൽക്കാലം ഡ്രസ്സ് അവിടെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് ബാഗ് കൊണ്ട് പോയിണ്ടാവും. ഇനി വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുത്ത് തരും. ചേട്ടാ എന്റെ സമയം കളയല്ലേ. എവിടെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? എടി നീ എന്തിനാ പണക്ക് ബാഗ് എന്തിനാ? കുളിച്ചിട്ട് ഡ്രസ്സ് വേണ്ടേ എനിക്ക്? ആ കുളിച്ചോ എന്നിട്ട് തൽക്കാലം ഇത് എടുക്ക്. ഇതോ? ആ എടുത്തു കൊടുക്കേ. എടുത്തിട്ട് പോ. എന്നിട്ട് പോയിട്ട് കുളിച്ചിട്ട് അത് മാറി ദോശ ഉണ്ടാക്കാൻ നോക്ക്. നാളെ പറ്റിയ മോനോടാണത്. എന്തിട്ട് കുറുക്കം പെറ്റ്. എവിടെ എത്ര കുട്ടികൾ എത്രയാണ്? നിനക്ക് എന്ത്, നീ എന്തിനാ ചിരിക്കണ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി? ഈ കോലം കണ്ടിട്ട് ചോദിക്കണത്. എന്താ ഈ കോലത്തിന് കുഴപ്പം? പിന്നെ ഇങ്ങനെ ഞാൻ നടക്കാൻ പോണെ. അവനേ ചേരൂല. ഞാൻ ഇതിട്ടുണ്ടാണ് ഇനി കടയിലും പോകാൻ പോണത്. എല്ലാ സ്ഥലത്തും ഞാൻ ഇതിട്ടുണ്ടേ പോവുള്ളൂ. കാര്യം എന്ത്? കാര്യം എന്താ? എനിക്ക് കൊടുക്കാൻ തുണി വേണ്ടേ? എവിടെ തുണി ഇല്ല? എവിടെ തുണിയില്ല? തുണി എല്ലായിടത്തും മാറ്റിയേക്കുന്നു. എന്തിനാന്ന് ചോദിച്ചു നോക്ക്. സംഘം ആ ഇതെടുത്തിട്ട് എങ്ങനെ? ആ ഇനി മുതൽ ഇങ്ങനെയാ. മര്യാദക്ക് എന്റെ തുണി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോ. ഇച്ചിരി മര്യാദ കുറവാ. അപ്പൊ എന്റെ മര്യാദ നീ മര്യാദ ഇത് പോയി കൊണ്ട് മാറ്റിയിടും. ആ പിന്നെ മാറ്റിയിടും. കളിക്കരുത്. എനിക്ക് കൊടുക്കാൻ തുണി വേണ്ടേ? നിനക്ക് കൊടുക്കാൻ അവിടെ സെറ്റ് സാരി അമ്മയുടെ ഇഷ്ടം പോലെ അവിടെ കൊണ്ടുവച്ചിട്ട് അത് എടുത്ത് കൊടുക്ക്. ആ അതിനെ എന്റെ പേര് തങ്കം എന്നാ. എല്ലാവരും കേട്ടോ, ആ സെറ്റ് സാരി ഞാൻ എന്റെ കൈ കൊണ്ട് തൊടില്ല. തങ്കം നീ ഒരുപാട് അഹങ്കാരം കാണിക്കരുത്. ഒരഹങ്കാരം അല്ല. ഉടുക്കടി അങ്ങോട്ട് എടുത്ത് കുഴപ്പമെന്താ? ഇല്ലാന്നേ. കൊടുക്കടി, ചായ കൊടുക്കടി. അവള് ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ ഇവര് ചായ കൊടുക്കണം അറിയില്ലേ? അമ്മാവ ഇത് അമ്മയുടെ സെറ്റ് സാരി അല്ലേ ഉടുത്താ? പിന്നെ അതെ, പെണ്ണുങ്ങളെ നിലക്കിരുത്തണ ആണുങ്ങളായിരിക്കണം. അയ്യേ ദന്തത് ദന്തരാ. അത് സെറ്റ് സാരി ഞാൻ അമ്മയുടെ കൊണ്ടുവച്ചത് അവള് കണ്ടില്ല. അപ്പൊ ഇതെടുത്ത് അവളെ കണ്ടു. ഞാൻ ഉടുക്കൂല. അതെ ഞാൻ ഉടുത്തേനെ. പക്ഷെ ഇത് കണ്ടോ, ഞാൻ ആഗ്രഹിച്ച ഞാൻ പറഞ്ഞതാ അന്നേരം. എനിക്ക് പച്ചയും ചുവപ്പും ബ്ലൗസ് ഉണ്ട്, ഞാൻ അത് എടുത്തോട്ടെ അമ്മായി എന്ന് വെച്ചിട്ട് അമ്മായി അത് തന്നെ എടുത്തു കൊടുത്തില്ലേ. ഇനി എനിക്കത് വേണ്ട. ഇനി ഞാൻ സെറ്റ് സാരി കൈകൊണ്ട് തൊടൂല. ഞാൻ ഇങ്ങനെ നടക്കും. എവിടെയെങ്കിലും കല്യാണത്തിന് പോകേണ്ടി വന്നാൽ ഇത് തന്നെ എടുത്ത് ഞാൻ കല്യാണത്തിന് പോകും. ആളാവരുത്, ഒരുപാട് ആളാവരുത്. ഇല്ല, സമ്മതിക്കില്ല. ഞാൻ പെണ്ണ. അതുകൊണ്ടാ ഞാൻ എന്റെ പേരേ തങ്കം. ഞാൻ രത്നമ്മയുടെ മോളാ. ഗിരിജ വരെ എടുത്തൂറിയത്. ഗിരിജ അല്ല ഞാൻ. കൂടുതൽ വർത്താനം പറഞ്ഞത് മാറ്റിയിടുന്ന അങ്ങോട്ട്. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ആ കുറച്ച് മാറിയാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ സ്വഭാവം മാറും. മര്യാദയായിട്ടാ ഞാൻ പറയണേ. എന്റെ ഡ്രസ് കൊണ്ടിത്താ. എന്താന്ന് അല്ല, പെണ്ണുങ്ങൾക്ക് ഇത്ര വാശി പാടില്ല. പെണ്ണുങ്ങൾക്ക് നല്ല ആർക്കും ആ വാശി അധികം പാടില്ല. ഇപ്പൊ അവളൊന്നും നിലക്കിരുത്ത അവന് പറ്റില്ല. നീ പറഞ്ഞാ കേക്കൂലല്ലേ? ദേവോത്തരം ചെയ്യല്ലേ ക്ലീറ്റോ? അല്ല പിന്നെ പെണ്ണുങ്ങളായാലേ ഇത്ര അഹങ്കാരം പാടില്ല അമ്മാവ. നീ വലിച്ചടിച്ചൂരിയാ? എന്റെ ബാക്കിയുള്ള ഡ്രസ്സ് ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അവൾ എന്ത് കൊടുക്കുന്നത് കാണും. ഇനി സെറ്റ് സാരി ഉടുത്തേ പറ്റും. ഞാൻ വിചാരിച്ചാലും നടക്കും. അയ്യോ ആ ഫോണിന് എടുത്താ. നീ ഉച്ചയ്ക്ക് മുമ്പ് വരുമെങ്കിലേ ഒരു കെട്ട് പപ്പടം കൂടെ വാങ്ങിച്ചോണ്ട് വാ. ഞാൻ നേരെ കൃഷി ഓഫീസിൽ പോയി ഒരു 11 മണിയാകുമ്പോഴേക്കും തോട്ടത്തിൽ പോയിട്ട് വരും. 11 മണിക്ക് ഞാൻ വഴിയിൽ വരാം. ഇത് എത്ര ഭാരമുള്ള സാധനമാണോ? എടുത്തോണ്ടിറങ്ങിക്കൂടെ? അതെ, പോകുന്നതിന് മുമ്പ് എന്റെ ഡ്രസ്സ് ഇരിക്കുന്ന അലമാര എന്ന് പറഞ്ഞതാ. എന്തിന് ഏട്ടാ ഇത് ഉടുത്തും കൊണ്ട് ഇങ്ങനെ നിക്കുന്ന എന്ത് വൃത്തികേടാ. അടുക്കളയിലൊക്കെ നിൽക്കാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. ഒരുപാടെണ്ണല്ലേ, മാറി മാറി ഉടുത്തോ. ചേട്ടൻ പറഞ്ഞിട്ട് ഞാനത് ഉടുത്തല്ലേ ചേച്ചി, ഒന്ന് പറ ചേച്ചി. അതല്ലായിരുന്നല്ലേ ബഹളം ഇവിടെ കിടന്ന്. നന്നായി.
അല്ല ഇതെന്താ ഇവിടെ മമ്മട്ടിയൊക്കെ ആയിട്ട് ഈ വേഷത്തിൽ തൊഴിലുറപ്പിന? സെറ്റ് സാരി ഉടുത്ത് തൊഴിലുറപ്പിന് പോകുന്ന കേരളത്തിലെ ആദ്യത്തെ വനിത.